عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ജനാസ പള്ളിയിലേക്ക് എടുക്കുമ്പോഴും അവിടെ നിന്ന് മഖ്ബറയിലേക്ക് അഥവാ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോഴും എല്ലാം ആ ജനാസയെ അനുഗമിക്കുന്നത്, കൂടെ പോകുന്നത് ശക്തിയേറിയ സുന്നത്താണ്. വതശീഉൽ ജനാസത്തി സുന്നത്തുൻ മുഅക്കദത്തുൻ, വളരെ മുഅക്കദായിട്ടുള്ള സുന്നത്താണ് ജനാസയെ അനുഗമിക്കൽ. അത് പക്ഷേ ലിർരിജാൽ, പുരുഷന്മാർക്ക് മാത്രമാണ് ജനാസയെ അനുഗമിക്കുന്ന സുന്നത്ത് ഉള്ളത്. സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല. സ്ത്രീകൾക്ക് സുന്നത്തില്ല എന്ന് മാത്രമല്ല, സ്ത്രീകൾ ജനാസയെ അനുഗമിക്കുന്നത് കറാഹത്താണ്. ചിലപ്പോഴൊക്കെ അത് ഹറാമായി വരികയും ചെയ്യും. മയ്യിത്തിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് സൗകര്യപൂർവം ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒന്നല്ല. അതേസമയം പരമാവധി നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു പുണ്യകർമ്മമാണ്. മഹാനരായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ മയ്യിത്തിൻ്റെ കൂടെ പള്ളിയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഒരു ഖിറാത്ത് ലഭിക്കും. ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം വ്യാപ്തമായ പ്രതിഫലം എന്നാണ്. അതേസമയം മയ്യിത്തിനെ മറവ് ചെയ്യപ്പെടുന്ന സമയം വരെ മയ്യിത്തിൻ്റെ കൂടെ ഉണ്ടായാൽ 2 ഖിറാത്ത് ലഭിക്കും എന്നും ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി ജനാസ കണ്ട് തിരിച്ച് പോകുന്നതിനു പകരം ജനാസയോടൊപ്പം പള്ളിയിലേക്ക് പോകാനും അവിടുന്ന് ഖബർസ്ഥാനിലേക്ക് പോകാനും മയ്യിത്തിനെ ഖബറടക്കം ചെയ്യുന്ന ആ കർമ്മങ്ങളിലൊക്കെ പങ്കുചേരാനും ശ്രദ്ധിക്കുന്നത്, അതിന് സമയം കണ്ടെത്തുന്നത് വളരെ പ്രതിഫലാർഹമായ പുണ്യകർമ്മമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആകയാൽ ജനാസയെ അനുഗമിക്കുക എന്ന തിരുസുന്നത്ത് നമുക്ക് മുറുകെ പിടിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.